അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സത്യവിശ്വാസികളെ, നമ്മെ ഏറെ സ്നേഹിക്കുന്ന, നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരാം എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്ത റഹ്മാനായ റഹീമായ ഗഫൂറും ഗാഫിറും ഗഫാറുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി രഹസ്യവും പരസ്യവും ആക്കണം എന്ന് സ്വന്തത്തെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അള്ളാഹു എല്ലാ സന്ദർഭങ്ങളിലും ധാർമ്മികമായി ചിന്തിക്കാനും മതപരമായി മുന്നോട്ട് പോകാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള തൗഫീഖിനെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ നീ ഞങ്ങൾക്ക് ദൂരീകരിച്ച് തരണമേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ചില യാത്രകളെക്കുറിച്ചും ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരികയാണെങ്കിൽ സംസാരിക്കാനുള്ളത്.
മാസത്തിൽ 2 തവണ നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട കനപ്പെട്ട അതല്ലെങ്കിൽ പവർഫുള്ളായ ടൈമായി നമ്മൾ ഇതിനെ കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയങ്ങളെ എത്ര കണ്ട് ഫലപ്രദമാക്കുന്നുവോ അതിനേക്കാളും ഈ സമയത്തെ ഫലപ്രദമാക്കണം എന്നാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. റിസ്ക് എടുത്താണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പല തിരക്കുകൾക്കിടയിലും നമ്മളിവിടെ ഇരിക്കുന്നു. ഒരു വേള യാത്ര നമുക്ക് അത്ര ഇല്ല എന്നുണ്ട് എങ്കിലും നമ്മളിവിടെ ഇരിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് മതത്തോടുള്ള നമ്മുടെ മനസ്സിൻ്റെ താല്പര്യമാണ്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ. ദീർഘമായി യാത്ര ചെയ്താണ് ഞാനിവിടെ എത്തുന്നുള്ളത് എന്നുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഒരു ദിവസത്തിൻ്റെ ഏകദേശം അവസാന സമയമാണല്ലോ ഇത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും എന്നെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ മനസ്സും മസ്തിഷ്കവും ഇങ്ങനെ ഏകദേശം ആൾട്ടായി വരുന്ന ഓഫായി വരുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ കുറച്ച് ശ്രമകരമായി ഇരുന്നാലേ ഈ സമയത്ത് നമുക്ക് ഫലപ്രദമാക്കാൻ കഴിയുള്ളൂ. ഞാനും ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ ജീവിക്കുന്നു. നിങ്ങളും ഭൂരിഭാഗം ആളുകളും വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമ്മൾ പലതിൻ്റെയും സിലബസുകൾക്കിടയിൽ കെട്ടിമറിഞ്ഞ് അതല്ലാത്ത മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഉപജീവനമാർഗം കണ്ടെത്താനുള്ള തിരക്കിലും ക്ഷീണത്തിലും അതിൻ്റെ ഒരു അവസാന സമയത്താണ് നമ്മൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തും ചർച്ച ചെയ്തിരുന്ന ദീന് വളരെ ആർത്തിയോടും അത്യാഗ്രഹത്തോടും കൂടി ഇരുന്നത് പോലെ സംസാരിക്കാനും കേൾക്കാനുമുള്ള തൗഫീഖ്, മനക്കരുത്ത്, ഈമാൻ അള്ളാഹ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് പറയുകയാണ്, ഞാൻ മക്കയിൽ വീട്ടിലായിരിക്കുന്ന സമയത്ത് മേൽക്കൂരയിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വരികയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി തുടരുകയാണ്, ഫഫറജ സ്വദരി, എൻ്റെ ഹൃദയം, എൻ്റെ നെഞ്ച് പിളർത്തി. എന്നിട്ട് സുമ്മ ഗസല ബിമാഇ സംസം, എൻ്റെ ഹൃദയത്തെ ജിബ്രീൽ വെള്ളം കൊണ്ട്, സംസം വെള്ളം കൊണ്ട് കഴുകി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുടരുകയാണ്, ഈമാനും ഹിക്മത്തും ഒരു സ്വർണ്ണപാത്രത്തിൽ, സ്വർണ്ണത്തളികയിൽ ഈമാനും ഹിക്മത്തും കൊണ്ടുവന്നു. എന്നിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് അതൊഴിച്ച് വീണ്ടും അത് തിരിച്ചു കൂട്ടി എന്നെയും കൊണ്ട് ജിബ്രീൽ ഒരു യാത്ര തുടങ്ങി എന്നാണ്. ആ യാത്രയെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഹൃദയം പിളർത്തി, നെഞ്ച് പിളർത്തി, ഹൃദയം കഴുകിയ 2 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ സന്ദർഭമാണിത്. ആദ്യ സന്ദർഭം ചെറുപ്പത്തിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മറ്റൊരു ഉമ്മക്ക് മുല കൊടുക്കാൻ വേണ്ടി കൊടുത്ത സന്ദർഭത്തിലായിരുന്നു. അതും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പത്തിലാണ് അള്ളാഹിൻ്റെ റസൂലിനെ പ്രവാചകനാക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കുന്ന സമയമായിരുന്നു അത്. എന്നാൽ ഇവിടെ അത് കണ്ട് പകച്ച് കുട്ടികൾ ഓടി, പ്രവാചകൻ്റെ പ്രായത്തിലുള്ള സമപ്രായക്കാർ ഓടി മുലയൂട്ടുന്ന ഉമ്മയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. അവർ വരുമ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രക്രിയ അവസാനിപ്പിച്ച് തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ്. അന്ന് പ്രവാചകനാക്കാൻ വേണ്ടി മുഹമ്മദ് എന്ന കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കുകയായിരുന്നു. ഹൃദയം കഴുകി വൃത്തിയാക്കി നല്ലത് മാത്രം പ്രേരണ നൽകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇപ്പറഞ്ഞ രണ്ടാമത്തെ നെഞ്ച് പിളർത്തലും കഴുകലും ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പായിരുന്നു, മുന്നൊരുക്കമായിരുന്നു. ആ യാത്ര വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. 17-ാമത്തെ അധ്യായം സൂറത്തു ഇസ്രാ എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്നാണ് 1-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാത്രയെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സൂറത്തിൻ്റെ പേര് തന്നെ ഈ യാത്രയുടെ പേരാണ്, ഇസ്രാ എന്നാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം നമ്മൾ പറയാറുള്ളത് രാത്രി യാത്ര ചെയ്യുന്നതിനെയാണ്, രാപ്രയാണത്തിനെയാണ് ഇസ്രാ എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഇസ്രാ എന്നൊരു യാത്രയെക്കുറിച്ചും മിഅ്റാജ് എന്നൊരു യാത്രയെക്കുറിച്ചും. ആദ്യം നടന്നത് ഇസ്രാ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലതി ബാറക്നാ ഹൗലഹു എന്നാണ്. ഒരൊറ്റ രാത്രി കൊണ്ട്
തൻ്റെ അടിമയെ മസ്ജിദുൽ ഹറമിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന റബ്ബ് സുബ്ഹാനല്ലാഹ്, അവൻ വല്ലാത്ത പരിശുദ്ധനാണ് എന്നാണ്. സുബ്ഹാന അല്ലാഹ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം. പലപ്പോഴും നമ്മൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വരാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത, എല്ലാ ന്യൂനതകളെയും മാറ്റിവെച്ച് അള്ളാഹുവിനെ പരിശുദ്ധിയിലാക്കുന്നതിനെയാണ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയാറ്. പിന്നെ ഒരു ന്യൂനത അള്ളാഹ്ക്കില്ല. എന്നാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എല്ലാ കുറവും, ഒരു കുറവും ഇല്ലാത്ത ഒരു പടച്ചോൻ, അങ്ങനത്തെ ഒരു പടച്ചോൻ. കാരണം ക്രിസ്ത്യാനികൾ പറയും അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന്, ഈസാ നബി അള്ളാഹിൻ്റെ കുട്ടിയെന്ന് പറയും. ജൂതന്മാർ പറയും ഉസൈർ പ്രവാചകൻ അള്ളാഹിൻ്റെ മോനാണ് എന്ന്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹിൻ്റെ പെൺമക്കളാണ് എന്ന്. എന്നാൽ അള്ളാഹ് പറയാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അള്ളാഹ്ക്ക് ചേരാത്തതാണ്. ഇത്തരം ന്യൂനതകളൊക്കെ എന്താണ്? അതൊക്കെ മനുഷ്യന്മാർക്കുള്ളതാണ്. കാരണം അള്ളാഹ് മനുഷ്യനല്ലല്ലോ. ആ ന്യൂനതകളൊന്നും ഇല്ലാത്ത അള്ളാഹ്, അങ്ങനെ എന്തൊക്കെ ന്യൂനതകൾ നാട്ടുകാരും മനുഷ്യരും പറഞ്ഞുണ്ടാക്കുന്നുവോ ആ ന്യൂനതകളൊന്നും ഇല്ലാത്ത ഒരു റബ്ബാണ് അവൻ. സുബ്ഹാനല്ലാഹ്, അവൻ അള്ളാഹു എത്ര പരിശുദ്ധ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ സുബ്ഹാനല്ലാഹ് എന്ന് ഉപയോഗിച്ചത് എവിടെയെന്ന് വെച്ചാൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നിടത്താണ് സുബ്ഹാനല്ലാഹ് എന്ന്. ഇവിടെ അള്ളാഹ് അതാണ് ഉപയോഗിച്ചത്. കാരണം ഒരു മഹാ അത്ഭുത യാത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് അന്നത്തെ ഷാമിലാണ്. നമ്മൾ ഒന്ന് മാപ്പ് എടുത്ത് നോക്കിയാൽ മതി. ഇന്നത് രാജ്യങ്ങളുടെ അതിർത്തികളുമൊക്കെ വ്യത്യസ്തങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിർത്തികളിലും രാജ്യങ്ങൾ തിരിക്കുന്നതിലുണ്ട്. അന്നത്തെ ഷാമിലാണ് ഫലസ്തീനുള്ളത്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഇറാഖും ഫലസ്തീനും അടക്കമുള്ള ആ ഭാഗത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദേശമായിരുന്നു ഷാം. അതുകൊണ്ട് തന്നെ ഷാം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ നാടാണ്. ഒരുപാട് പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്ന നാട്. അന്നത്തെ ഷാമിലാണ് ഫലസ്തീനുള്ളത്. ജെറുസലേമിലാണ് മസ്ജിദുൽ അഖ്സയുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് അന്നത്തെ യാത്രാ ദൂരം അന്ന് പോകാറുണ്ട്. പോയവർ മക്കയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിലേക്കും ഫലസ്തീനിലേക്കും പോയ ആളുകൾ അന്ന് മക്കയിലുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ കണക്ക് കൂട്ടൽ ഒരു മാസക്കാലം യാത്രാ ദൂരമുണ്ട്. ഒരു മാസക്കാലം യാത്രാ ദൂരമുണ്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഇല്ല, ഗൂഗിൾ മാപ്പ് ഇല്ല, ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത അന്നത്തെ യാത്രാമാർഗം നമുക്കറിയാം. വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഒരു മാസക്കാലം എന്തുണ്ട്? യാത്രാ ദൂരമുണ്ട് എന്നാണ്. ആ ഒരു മാസക്കാലത്തെ യാത്രാ ദൂരമുള്ള ആ ദൂരത്തേക്ക്, ആ പോയിന്റിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട്, അതല്ലെങ്കിൽ ഒരു രാത്രിയുടെ ഒരു അംശം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിനെയാണ് നമ്മൾ ഇസ്രാ എന്ന് പറയാറുള്ളത്. മക്കയിൽ നിന്നും ഫലസ്തീനിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ യാത്ര. ഈ യാത്രയുടെ ഒരു പശ്ചാത്തലമുണ്ട്, നമ്മൾ അറിയണം. നമ്മൾ ദീനിയായി കുറച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർ എന്നുള്ള നിലക്ക് തന്നെ ഇസ്രാഇൻ്റെയും മെഹറാജിൻ്റെയും ഒരു പശ്ചാത്തലമുണ്ട്. 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹ് പറഞ്ഞ ലിനുരിയഹു മിൻ ആയാത്ര, നമ്മളെ ചില ദൃഷ്ടാന്തങ്ങൾ മുഹമ്മദ് നബിക്ക് കാണിച്ചു കൊടുക്കണം. അതിനാണ് ഞാൻ കൊണ്ടുപോയിരുന്നു. അള്ളാഹ് പറഞ്ഞതാണ് ചില ദൃഷ്ടാന്തങ്ങൾ. ആ യാത്രയിൽ അത്ഭുതകരമായ പല കാഴ്ചകളും അള്ളാഹിൻ്റെ റസൂൽ കണ്ടിട്ടുണ്ട് എന്നൊരു ലക്ഷ്യത. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തായിരുന്നു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസ സാധാരണക്കാരന് പറ്റാത്ത, മനുഷ്യന്മാർക്ക് പറ്റാത്തൊരു പണിയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാരിലൂടെ അള്ളാഹു നടപ്പിൽ വരുത്തുന്ന ചില സംഗതികൾ, അത് അള്ളാഹിൻ്റെ കഴിവാണ്. അത് പ്രവാചകന്മാർ വിചാരിച്ചാൽ കിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ചവരിലൂടെ ഉദ്ദേശിച്ച രൂപത്തിൽ കൊടുക്കുന്നതിനെയാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. ഇസ്രാവും മിഅ്റാജും അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തായിരുന്നു. മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിക്കുള്ള ആശ്വാസവും അള്ളാഹുവിൽ നിന്നുള്ള പരിഗണനയുമായിരുന്നു ഇസ്രാവും മിഅ്റാജും എന്ന് പറഞ്ഞാൽ. കാരണം ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ചില പ്രതിസന്ധികളിലൂടെയായിരുന്നു അള്ളാഹിൻ്റെ റസൂൽ കടന്നു പോകുന്നത്. കുറച്ച് നല്ലോണം പ്രയാസമുണ്ട്, മാനസികമായും അതുപോലെ തന്നെ സാമൂഹികപരമായും അള്ളാഹിൻ്റെ റസൂൽ നല്ലോണം പ്രയാസപ്പെടുന്നുണ്ട്. 2 ആളുകളുടെ മരണം നടന്നൊരു കാലമായിരുന്നു അത്. 2 ആളുകളുടെ മരണം നടന്നൊരു കാലമായിരുന്നു. ആ മരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ പ്രയാസമുണ്ടായി. ഒന്ന്, വീട്ടിൻ്റെ അകത്ത് സമാധാനവും സ്വസ്ഥതയും എല്ലാ നിലക്കും സപ്പോർട്ടും ചെയ്ത സ്വന്തം ഭാര്യ ഖദീജ ബീവിൻ്റെ മരണമായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചേറെ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. കാരണം റസൂലുള്ളാഹി ദീനുമായി വന്നപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്തതും സ്വീകരിച്ച ആളുമായിരുന്നു ഖദീജ ബീവി.
സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ തന്നെ സ്റ്റാറ്റസ് കൊണ്ടും പ്രവാചകന് പിന്തുണ നൽകിയ ഒരാളായിരുന്നു ഖദീജ ബീവി. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയുടെ വിയോഗം റസൂലുള്ളാഹിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. മറ്റൊരു വിയോഗം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് റസൂലുള്ളാഹിൻ്റെ ബാപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബിൻ്റേതായിരുന്നു. മുസ്ലിം ആയിട്ടില്ല എന്ന് നമുക്കറിയാം, ഇസ്ലാം ആയിരുന്നില്ല. എന്നിട്ടും ആ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന് വേണ്ടി എല്ലാ നിലക്കും പിന്തുണ നൽകിയ വ്യക്തിയായിരുന്നു. ഈ രണ്ടാളുകളുടെ മരണം പ്രവാചകനെ ഒന്ന് തളർത്തിയിരുന്നു. അതിനുള്ള ഒരു ആശ്വാസം കൂടി. മാത്രമല്ല, ഈ രണ്ടാളുടെയും മരണശേഷം നാട്ടിൽ നിന്നുള്ള പീഡനം വർദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉമ്മൻ്റെ നാട്ടിലേക്കൊന്ന് പോയി നോക്കുന്നുണ്ട്, ത്വായിഫിലേക്ക് പോയത് ഒന്ന് അവിടെ പ്രബോധനം നടത്താനും രണ്ട് അവിടെ നിന്ന് വല്ല സപ്പോർട്ട്. കാരണം രണ്ടാളും തനിക്ക് സപ്പോർട്ട് നിന്നിരുന്ന രണ്ടാളും ലോകത്തുനിന്ന് വിട പറഞ്ഞപ്പോൾ മക്കയിലെ ശത്രുക്കൾ കുറച്ച് ആക്കം കൂട്ടി പീഡനത്തിന്. ഇതിനൊരു ആശ്വാസം കിട്ടാനാണ് ത്വായിഫിക്ക് പോയത്. പക്ഷെ ത്വായിഫ് പോയപ്പോഴും ശാരീരികമായും മാനസികമായും റസൂലുള്ളാഹിക്ക് പീഡനം ഉണ്ടായി. അവർ അങ്ങാടി പിള്ളേരെ വെച്ചിട്ട് അള്ളാൻ്റെ റസൂലിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നാണ്. പ്രവാചകന് അവിടെയും മാനസിക പ്രയാസം ഉണ്ടായി. പിന്നെ കുറച്ച് ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിൽ തന്നിൽ വിശ്വസിച്ച കുറച്ച് സ്വഹാബികളെ അന്ന് എത്യോപ്യയിലേക്ക് അബിസീനിയയിലേക്ക് ഹിജ്റ പോകാനും പെർമിഷൻ നൽകി. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ആളുകൾ അബിസീനിയയിലേക്കും പോയി. ഇങ്ങനെ എല്ലാം കൊണ്ടും അള്ളാൻ്റെ റസൂലിന് വല്ലാത്ത പ്രയാസം ഉണ്ടായ ഒരു സന്ദർഭമായിരുന്നത്. ഈ സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ ആര് കൈവിട്ടാലും ഞാൻ കൈവിടില്ല എന്ന അള്ളാൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഇസ്രാഉം മിഅ്റാജും. മാത്രമല്ല, ഈ ദുരന്തത്തിൽ നിന്നെല്ലാമുള്ള ഒരു ആശ്വാസം കൂടിയായിരുന്നു ഇസ്രാഉം മിഅ്റാജും എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഇസ്രാഇനും മിഅ്റാജിനും വേണ്ടി റസൂലുള്ളയെയും ഒരുക്കി, റസൂലുള്ളാഹിൻ്റെ മനസ്സിനെയും ഒരുക്കി കഴുകി വൃത്തിയാക്കി കയ്യും പിടിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. റസൂലുള്ള പറയാണ്, ഊതീതു ബിദാബത്തിൻ അബിയൽ, എൻ്റെ മുമ്പിൽ ഒരു വെള്ള കളറുള്ള വെള്ള നിറത്തിലുള്ള ഒരു മൃഗത്തെ കൊണ്ടുവന്നു, ഒരു ദാബത്തിനെ കൊണ്ടുവന്നു. അതിൻ്റെ പ്രത്യേകത ദൂനൽ ബഗ്ലി വ ഫൗഖൽ ഹിമാർ, കോവർ കഴുതയുടെ അത്രയില്ല, എന്നാൽ സാധാരണ കഴുതയേക്കാൾ കുറച്ചുകൂടി വലുപ്പവുമുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അതിൻ്റെ പേര് അൽ ബുറാഖ്, ബുറാഖ് എന്നുള്ളതായിരുന്നു. ബുറാഖ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പം നമ്മളെ മനസ്സിൽ വരുന്നൊരു ചിത്രം ഉണ്ടാവും അല്ലേ? ഏതൊക്കെയോ ചുമരിൻ്റെ മുകളിൽ തൂങ്ങുന്ന ചില ഫോട്ടോസും ചിത്രങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴായി കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു ചിത്രം നമ്മളെ മനസ്സിൽ, ഒരു വെള്ള ഒരു തലപ്പാവൊക്കെ ധരിച്ച ഒരു രൂപത്തിലുള്ള ഒരു ബുറാഖ് ചിലപ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നുണ്ടാവും. അത് ബുറാഖിൻ്റെ രൂപമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മുസ്ലിം സമുദായത്തെ പറ്റിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, യേശു ക്രിസ്തുവിൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ആ രൂപമുണ്ട്. ഒറിജിനൽ രൂപം അതല്ല, ഈസാ നബിയുടെ രൂപം അതല്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിലെ ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവരും ആ രൂപത്തിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, ആരാധിക്കുന്നു. ആ രൂപം അവരുടെ മനസ്സിലുണ്ട്, യേശു ക്രിസ്തു. ഒരു വേള മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിലും യേശു ക്രിസ്തു ഈസാ നബി എന്ന് പറഞ്ഞാൽ ആ മുഖം വരും. പക്ഷെ അത് എന്തല്ല, ഒറിജിനൽ അല്ല. എന്നതുപോലെ നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു പിക്ചർ മാത്രമാണ് എന്ത്, പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കണ്ടവരുണ്ടാവും, കാണാത്തവരൊക്കെ ഉണ്ടാവും. പലപ്പോഴും പഴമക്കാരുടെ മനസ്സിലേക്ക് ആ ചിത്രം വരുന്നുണ്ടാവും. പുതിയ തലമുറയിലേക്ക് ഒരുപക്ഷെ അത് വന്നോളന്നില്ല. എന്തായാലും അതല്ല എന്ന് നമുക്കത് നമ്മൾ കാണാത്തതാണ്. അത് ആകെ കണ്ടത് അള്ളാഹുവിൻ്റെ റസൂലും ജിബ്രീലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചിത്രമല്ല, മറിച്ച് ഇതാണ് അതിൻ്റെ രൂപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന്. ഇങ്ങനെ ഒരു രൂപത്തിലുള്ള ഒരു വെളുത്ത നിറത്തിലുള്ള മൃഗം കൊണ്ടുവന്നു എന്നാണ്. അതിവേഗതയിലായിരുന്നു അത് എന്നാണ്, അതിവേഗതയിലുള്ള യാത്രയാണ് എന്നാണ്. അങ്ങനെ മസ്ജിദുൽ ഹറമിൽ നിന്ന്, മക്കയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ബുറാഖിൻ്റെ പുറത്ത് അവർ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തി എന്നാണ് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബുറാഖിനെ മസ്ജിദുൽ അഖ്സക്ക് പുറത്ത് പ്രവാചകന്മാർ വാഹനം കെട്ടിയിടുന്ന സ്ഥലത്ത് കെട്ടിയിട്ടു എന്നുള്ളത്. ഞാനത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൂടെ മുസ്ലിം പണ്ഡിതന്മാർ സ്ഥാപിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ പറയുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ നമുക്കിത് എന്ത് ചെയ്യാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല. നമ്മളെ മുമ്പിൽ രണ്ട് കാര്യമാണ് മതത്തിലുള്ളത്. ഒന്ന്,
പ്രമാണമാണ്, ഖുർആനും ഹദീസുമാണ്. മറുഭാഗത്ത് നമ്മുടെ ബുദ്ധിയുമാണ്. ഇസ്ലാം നമ്മളോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് പ്രമാണത്തെയാണ് എന്ന്. പ്രമാണത്തേക്കാൾ നമ്മുടെ ബുദ്ധിയെ എന്ത് ചെയ്യാൻ പാടില്ല, മേലെ കൊണ്ടുവരാൻ പാടില്ല എന്ന്. അതിന് കാരണമുണ്ട്. അതിന് കാരണങ്ങൾ ഇസ്ലാം തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പാടില്ലാത്തത് എന്ന്. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. മാത്രമല്ല സയൻസ് വികസിക്കുന്നതിനനുസരിച്ച് പലപ്പോഴും എന്ത് ചെയ്യും, മനുഷ്യന്മാരെ ബുദ്ധിക്ക് ആക്കം കൂടും, വ്യത്യസ്തതകൾ വരും ഓരോ കണ്ടെത്തലുകൾക്കനുസരിച്ച്. എന്നാൽ ഇത് ലോകത്തിൻ്റെ റബ്ബ് പറഞ്ഞതാണ്. ആ റബ്ബ് എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെക്കാൾ നമ്മുടെ ബുദ്ധിയെ എന്ത് ചെയ്യാൻ പാടില്ല, പരിഗണിക്കാൻ പാടില്ല. ഇസ്രാവും മിഅ്റാജും എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഫുള്ള് അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കും. ഇപ്പോൾ ബുറാഖ് എന്നാണ് വിശ്വസിക്കണം. മാത്രമല്ല ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ മസ്ജിദുൽ അഖ്സയിലേക്ക് ഫലസ്തീനിലേക്ക് എത്തണം എന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് എത്ര സമയമുണ്ട്? അത്ര സമയം അന്ന് എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഇനി പറയാൻ പോകുന്നതൊക്കെ അദൃശ്യപരമായ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ എന്ത് ചെയ്തു, മസ്ജിദുൽ അഖ്സയുടെ പുറത്ത് പ്രവാചകന്മാർ വാഹനങ്ങൾ നിർത്തുന്ന അതേ സ്ഥലത്ത് ബുറാഖിനെ കെട്ടിയിട്ടവർ പള്ളിയിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല പ്രവാചകന്മാരെ അവിടെ ഒരുക്കിയിരുന്നു എന്നാണ്. ആ പ്രവാചകന്മാർക്ക് ഇമാമായി അള്ളാഹിൻ്റെ റസൂല് നിസ്കരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പ്രവാചകന്മാർക്കിടയിൽ അള്ളാഹിൻ്റെ റസൂലിനൊരു പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി നൽകി. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാണ്, എൻ്റെ മുമ്പിൽ 2 തളികകൾ, 2 പാത്രങ്ങൾ കൊണ്ടുവന്നു. അതിൽ ഒന്ന് ഖംറായിരുന്നു, 2 ലബനായിരുന്നു എന്നാണ്. ഒന്ന് മദ്യമായിരുന്നു, 2 പാലായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഞാൻ അതിൽ നിന്ന് ലബന് തിരഞ്ഞെടുത്തു. കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാനതിന്ന് ലബന് തിരഞ്ഞെടുത്തു. അപ്പോൾ എന്നോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ ആദ്യം അൽഹംദുലില്ലാ പറഞ്ഞു ജിബ്രീൽ. കാരണം നിങ്ങളെ വഴികാട്ടി അള്ളാഹ്ക്ക് സ്തുതി എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞത്, ലൗ അഖത്തൽ ഖംറ ഗവത് ഉമ്മത്തുക, നബിയെ നിങ്ങളെങ്ങാനും ഖംർ കള്ളെടുക്കുകയായിരുന്നുവെങ്കിൽ, മദ്യമാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ നിങ്ങളുടെ ഉമ്മത്ത് നശിച്ചു പോകുമായിരുന്നു, വഴികേടിലായി പോകുമായിരുന്നു എന്ന് അന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. കുറേ പറയാണ്ടത്, കുറേ ഹിക്മത്തുകളുണ്ട് അതിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിയും മദ്യവും ഒക്കെ അധികരിച്ചൊരു കാലഘട്ടത്തിൽ നമുക്കൊരുപാട് തിരിച്ചറിവുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതൊരു സംഭവം പറഞ്ഞതാണ്. എന്നിട്ട് അവിടുത്തെ പ്രക്രിയകളൊക്കെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എനിക്ക് മിഅ്റാജ് ഒരുക്കപ്പെട്ടു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോണി, നമ്മൾ കയറിപ്പോകുന്ന സ്റ്റെയർ കേസ് കോണിക്കൊക്കെ എന്ത് ചെയ്യും, പറയും. മറ്റല്ലെങ്കിൽ കയറിപ്പോകൽ എന്നുള്ള അർത്ഥത്തിലും മിഅ്റാജ് പറയും. ഇനി കയറിപ്പോവാണ്. എവിടേക്കാണ്? ആകാശ ലോകത്തേക്കുള്ള യാത്ര. ഒന്നാമത്തെ യാത്ര ഏകദേശം അവിടെ എന്ത് ചെയ്തു, മസ്ജിദുൽ അഖ്സയും പരിസരവും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത യാത്ര തുടങ്ങണം. അതിനാണ് നമ്മൾ മിഅ്റാജ് എന്ന് പറയാറുള്ളത്. കോണി കൊണ്ടുവരപ്പെട്ടു. അതെങ്ങനെയുള്ളതാണ് എന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് കിട്ടില്ല. അത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അത് കൊണ്ടുവരപ്പെട്ടു, അത് കൊണ്ടുവന്നു. അത് അദൃശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ളതാണ്, എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാനും വകുപ്പില്ല, നമ്മുടെ മനസ്സിൽ രൂപീകരിച്ചെടുക്കാനും അതിനെന്തില്ല, വകുപ്പില്ല. കൊണ്ടുവരപ്പെട്ടു. അതിൽ ഞാനും ജിബ്രീലും എന്ത് ചെയ്തു, മുകളിലേക്ക് കയറിപ്പോയി. 1-ാം ആകാശത്തെത്തി. 1-ാം ആകാശത്തിൻ്റെ കവാടങ്ങൾ ജിബ്രീൽ കൊട്ടിയപ്പോൾ അവിടെ ജിബ്രീൽ പറഞ്ഞു, ഇഫ്തഹ്, വാതിൽ തുറക്കണമെന്ന്. അവിടെ നിന്ന് തിരിച്ചു ചോദിച്ചു, മൻ ഹാദ, ആരാണിത്, ആരാണ് പുറത്തുള്ളത് എന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് ചോദിച്ചു. മലക്കുകളുടെ ചോദ്യമാണ്. ആ സമയത്ത് തിരിച്ചു പറഞ്ഞു, ഹാദ ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണ്. എന്ന് പറഞ്ഞാൽ ചോദിച്ച മലക്കുകളുടെയും നേതാവാണ്, ലീഡറാണ് ആര്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അടുത്ത അവിടെ നിന്നുള്ള ചോദ്യം, ഹൽ മഅക അഹദുൻ, ആരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടോ, നിങ്ങളൊപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടോ, ആരെങ്ങളെ കൂടെ ഉള്ളത് എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മഅീ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അടുത്ത ചോദ്യം വീണ്ടും വന്നു, ഉർസില ഇലൈഹി, അദ്ദേഹത്തിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ, എവിടേക്ക് കയറാൻ, ആകാശ ലോകത്തേക്ക് കയറി വരാൻ അദ്ദേഹത്തിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, നഅം, അതെ, അദ്ദേഹം ഇതിന് കിട്ടിയ ആളാണ്, അദ്ദേഹത്തിന് അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന, കവാടം തുറക്കപ്പെടുമെന്നാണ്, 1-ാം ആകാശത്തേക്ക് പ്രവേശിക്കുമെന്നാണ്. 1-ാം ആകാശത്തേക്ക് കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നൊരു കാഴ്ച എന്താണെന്നറിയാം? ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ. അയാളുടെ വലതുവശത്ത് കുറേ റൂഹുകളുടെ രൂപങ്ങളുണ്ട്, കുറേ അർവാഹുകളുണ്ട്, ആത്മാക്കളുണ്ട്. വലതുണ്ട്, ഇടതുണ്ട്. എന്നിട്ട് ഈ ഇടയിൽ ഇരിക്കുന്ന ആള്
വലത്തോട്ട് നോക്കുമ്പോൾ ചിരിക്കും, ഇടത്തോട്ട് നോക്കുമ്പോൾ കരയും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീൽ ആരാണ് അത് എന്ന് ചോദിക്കും. അപ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി, നബിയെ ഹാദാ ആദം, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഒന്നാം ആകാശത്ത് നിന്ന് കാണുന്നത് ആദം നബിയാണ്. അദ്ദേഹത്തിൻ്റെ വലതുവശത്തും ആളുകളുണ്ട്, ഇടതുവശത്തും ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചു, നബിയെ ഹാദിഹിൽ അസ്വിദതു അൻ യമീനിഹി വശിമാലിഹി നസബു ബനീഹി. ആ വലതും ഇടതുമുള്ള ആളുകൾ കണ്ടോ, അത് അള്ളാഹുവിൻ്റെ ആദം നബിയുടെ മക്കളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ, നമ്മളൊക്കെയാണ് സന്താനങ്ങൾ. ആദം നബിയുടെ സന്താനങ്ങളാണ് ദുനിയാവിലുള്ളവരെല്ലാം. വലതും ഇടതും ഇരിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽപ്പെട്ടതാണ്. ഫഅഹ്ലുൽ യമീൻ, വലതുവശത്ത് ഇരിക്കുന്നവർ മിൻഹും അഹ്ലുൽ ജന്ന, ഒരു സ്വർഗത്തിൻ്റെ ആൾക്കാരാണ്. എന്നാൽ വൽ അസ്വിദത്തുൽ ലത്തി അൻ ശിമാലിഹി, ഇടതുവശത്ത് ഇരിക്കുന്നവർ അഹ്ലിന്നാർ, അവർ നരകത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണ് വലതുവശത്തേക്ക് സ്വർഗത്തിൻ്റെ ആളുകളെ നോക്കുമ്പോഴാണ് അദ്ദേഹം ചിരിക്കുന്നത്, ഇടതുവശത്തേക്ക് നരകത്തിൻ്റെ ആളുകളെ കാണുമ്പോൾ അദ്ദേഹം കരയുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുത്തു എന്ന. പ്രിയപ്പെട്ടവരെ, ഒന്ന് നന്മ ചെയ്തവരാണ്. അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, ഖുർആനിലെ പ്രയോഗമാണത്. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ ചില ആളുകളുണ്ട്, അവർ എവിടേക്കുള്ളവരാ? അവർ അഹ്ലുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകളാ. എന്നാൽ അസ്ഹാബു ഷിമാലുണ്ട്, അവർ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പരലോകത്ത് ചെന്നാൽ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ, ദുനിയാവിൽ നമ്മൾ ജീവിച്ച മുഴുവൻ കാര്യങ്ങളും ഡോക്യുമെൻ്റഡ് ആണ്, മുഴുവൻ കാര്യങ്ങളും റെക്കോർഡറാണ്. എല്ലാം എഴുതി വെച്ച, എല്ലാം തെളിയിക്കപ്പെട്ട ഗ്രന്ഥം വലതു കൈയിലാണ് കിട്ടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലേക്കുള്ള ആളാണ്. അത് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഇടതുവശത്താണ് കിട്ടുന്നതെങ്കിൽ അവൻ നരകത്തിലേക്കുള്ളവരാണ്. വലതുവശത്ത് വലത് കൈയിലേക്ക് ഗ്രന്ഥം കിട്ടിയ ആളുകൾ തുറന്നു നോക്കി സന്തോഷത്തോടു കൂടി കുട്ടികൾ പൊട്ടിച്ചിരിക്കുന്നത് പോലെ പൊട്ടിച്ചിരിച്ച് തൻ്റെ ഗ്രന്ഥത്തിലുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ നടക്കുമെന്ന സന്തോഷത്തോടു കൂടി. എന്നാൽ ഇടതുകൈയിൽ ഗ്രന്ഥം കിട്ടുന്ന മനുഷ്യന്മാർ ഇതിലേക്ക് നോക്കി വിലപിച്ചുകൊണ്ട് ഇങ്ങനെയൊരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാനൊന്ന് മണ്ണായി തീർന്നിരുന്നുവെങ്കിൽ, ഈ വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്നാണ്. അപ്പോൾ വലതിൻ്റെ ആൾക്കാർ സ്വർഗത്തിലേക്കാണ്, ഇടതിൻ്റെ ആളുകൾ നരകത്തിലേക്കുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ അവിടെ നിന്ന് അടുത്ത ആകാശങ്ങളിലേക്ക് കയറുകയാണ്. ഈ വാർത്ത കിട്ടിയും ഇതല്ലാത്ത ചിലതും അവിടെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അടുത്ത ആകാശങ്ങളിലേക്ക് കയറിപ്പോവുകയാണ്. പിന്നെ അങ്ങനെ 7 ആകാശം വരെ എത്തി എന്നാണ്. ആ യാത്രയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെയൊക്കെ കണ്ടു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരെയൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 7 ആകാശം വരെ, 7 ആകാശമാണ് ഉള്ളതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 7ാം ആകാശത്തിൻ്റെ മുകൾ വരെ ആ യാത്ര തുടർന്നു എന്നാണ്. ആ യാത്ര 7ാം ആകാശത്തിനും അപ്പുറമുള്ള ബൈത്തുൽ മഅമൂറിൽ എത്തിച്ചേർന്നു എന്ന. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മക്കയിലെ കാബയുടെ അതേ സ്പേസിൽ, അതേ റൂട്ടിൽ, അതിൻ്റെ സ്ഥാനത്തിൻ്റെ അതേ മുകളിൽ 7ാം ആകാശത്തിനപ്പുറത്തുള്ള ഒരു ബൈത്താണ് ബൈത്തുൽ മഅമൂർ എന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിലെ കാബയുടെ അതേ സ്ഥാനത്തിൻ്റെ നേരെ മുകളിൽ 7ാം ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള ഒന്നാണ് ബൈത്തുൽ മഅമൂർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു, ഇത് കണ്ടപ്പോൾ നബി ചോദിച്ചു, നബിക്ക് അറിയില്ലല്ലോ ഇതെന്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജിബ്രീൽ, യാ ജിബ്രീലു മാ ഹാദാ, എന്താണ് ഇത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടിയാണ് ഹാദാ അൽ ബൈത്തുൽ മഅമൂർ. നബി, ഇത് ബൈത്തുൽ മഅമൂറാണ്, ഇത് ഇവിടുത്തെ ബൈത്താണ്. എന്നിട്ട് അദ്ദേഹം ഒരു വിശദീകരണം കൂടി കൊടുത്തു. യദ്ഖുലുഹു കുല്ല യൗമിൻ, എല്ലാ ദിവസവും ആ ബൈത്തുൽ മഅമൂറിലേക്ക് 70,000 മലക്കിൻ, 70,000 മലക്ക് കയറുന്നുണ്ട്. 70,000 മലക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇദാ ഖറജു മിൻഹു, അവർ അതിന്ന് പുറത്തിറങ്ങിയാൽ, 70,000 മലക്കൾ ഒരു ദിവസം കയറും, അവരതിന്ന് പുറത്തിറങ്ങും. അവർ പുറത്തിറങ്ങിയാൽ ലം യഊദു ഫീഹി ആഖിർ എന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യൂല, അവരത്
പിന്നെ തിരിച്ചു ഒരു വട്ടം അവർ കയറുള്ളൂ, പിന്നെ അവരെന്ത് ചെയ്യില്ല, കയറില്ല. ആഖിറു മാ അലൈഹിം. എന്നാൽ ഈ പ്രക്രിയ, ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, ലോകാവസാനം വരെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കയറിയ മലക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറില്ല. എന്നാൽ ഒരു ദിവസം എത്ര മലക്ക് കയറുന്നുണ്ട്? 70,000 മലക്ക് കയറുന്നുണ്ട്. ലോകം അവസാനിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടരും. ഇത് നമുക്ക് തിരിച്ചറിഞ്ഞ് തന്നെ എന്താണെന്നറിയോ, അള്ളാൻ്റെ പവറാണ്, അള്ളാൻ്റെ സൈന്യമാണ് മലക്കുകൾ. അള്ളാൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം നമുക്ക് പഠിപ്പിച്ചെന്നിട്ടില്ല. ദുനിയാവ് അവസാനിക്കുന്നത് വരെ ബൈത്തുൽ മഅമൂറിലേക്ക് 70,000 മലക്കുകൾ കയറുന്നുവെങ്കിൽ തിരിച്ചറിഞ്ഞിയ മലക്കുകൾ ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്ത് അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രവേശിക്കുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും ലോകം അവസാനിക്കുന്നത് വരെ 70,000 മലക്കുകൾ കയറുന്നു എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ സൈന്യത്തിൻ്റെ പവർ എത്രയായിരിക്കും. ആ സൈന്യത്തിൻ്റെ ഉടമസ്ഥനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിൻ്റെ ഖജനാവുകളുടെ താക്കോലുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലുപ്പം എത്രയായിരിക്കാം, അവൻ്റെ പവർ എത്രയായിരിക്കാം. ഇതേ ഒരു അവസ്ഥ നരകം കൊണ്ടുവരപ്പെടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നരകത്തെ കൊണ്ടുവരുന്നൊരു ഭീകരത വിശുദ്ധ ഖുർആനും ഹദീസുകൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നരകം വലിച്ചു കൊണ്ടുവരപ്പെടുകയാണ്, ആവശ്യപ്പെടുകയാണ്. നരകത്തെ എങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ നരകത്തിന് കടിഞ്ഞാണുകളുണ്ട്. വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിൽ കടിഞ്ഞാണുകൾ ഉണ്ടാവുമെന്ന്. 70,000 കടിഞ്ഞാണുകളുണ്ട് നരകത്തിന് എന്നാണ്. ആ ഓരോ കടിഞ്ഞാണിലും അള്ളാഹ് 70,000 മലക്കുകളെ വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം നരകം കൊണ്ടുവരാൻ എത്ര മലക്കുകളുണ്ടാവും? 70,000 കടിഞ്ഞാണുണ്ട് നരകത്തിന്. ആ 70,000 കടിഞ്ഞാണിൽ ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ അള്ളാഹ് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവർ വലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നരകത്തിൻ്റെ വലുപ്പം എത്രയായിരിക്കും? കുറേ കാര്യങ്ങൾ അവിടുന്ന് കിട്ടുന്നു. ഒന്ന്, നരകത്തിൻ്റെ വലുപ്പവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും ഈ എണ്ണം കൊണ്ട് നമുക്ക് കിട്ടും. 2, മലക്കുകളുടെ എണ്ണം നമുക്ക് അവിടുന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. 3, ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവർ നമുക്ക് കിട്ടും. നോക്കി നിങ്ങൾ നരകത്തിൻ്റെ വലുപ്പം. അതുകൊണ്ട് ഒരു നിമിഷം പോലും ആ നരകത്തിലേക്ക് അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിച്ചാൽ മതി. എന്ന വേറെ കുറച്ച് തോന്നിയാസങ്ങളൊക്കെ വന്നാലും പ്രശ്നമൊന്നുമില്ല. കുറച്ചൊക്കെ അബദ്ധങ്ങൾ അങ്ങനെ വന്നു പോയാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. തിന്മക്കൊക്കെ അനുസരിച്ച് അള്ളാഹ് നരകത്തിലിട്ടിട്ട് പിന്നെ അങ്ങോട്ട് എടുത്ത് കഴുകിയിട്ട് സ്വർഗത്ത് കിടുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ ഇവിടുന്ന് തിന്മ ചെയ്താലും പരലോകത്ത് ചെന്നിട്ട് ഒന്ന് നരകത്ത് കടന്നിട്ട് തിരിച്ചു പോകാലോ എന്ന് നമ്മൾ പല ആൾക്കാരും അങ്ങനെ വിചാരിക്കുക. പക്ഷേ ഒരു നിമിഷം പോലും അതിൽ കിടക്കാൻ പറ്റില്ല എന്നാണ്. അത്ര പ്രശ്നമെന്നാണ്. അതിൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പവറാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അവിടുന്ന് ബൈത്തുൽ മഅമൂറും എന്ത് ചെയ്യുന്നു, കാണിച്ചു കൊടുക്കുന്നു. ബൈത്തുൽ മഅമൂറും കണ്ടു റസൂൽ. ഇത് 7-ാം ആകാശത്തിന് അപ്പുറത്ത് നിന്നാണ്, 7-ാം ആകാശം. ഇനി അവിടെ നിന്ന് അതും കഴിഞ്ഞ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോടൊപ്പം പോയി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മൻ തലഖ ബി, എന്നെയും കൊണ്ട് പിന്നെ ജിബ്രീൽ പോയത് ഹത്താ ഇൻതഹാ ബി ഇലാ സിദ്റത്തിൽ മുൻതഹ, 7-ാം ആകാശത്തിൻ്റെ ഏറ്റവും അറ്റത്തേക്കാണ്. അവിടെ എന്തുണ്ട്? സിദ്റത്തുൽ മുൻതഹ ഉണ്ട്. അതുവരെ എന്നെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 7-ാം ആകാശത്തിൻ്റെ ഏറ്റവും എൻഡിലാണ് എന്തുള്ളത്? സിദ്റത്തുൽ മുൻതഹയുള്ളത്. എന്താണ് സിദ്റത്തുൽ മുൻതഹ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ, മുൻതഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തത് എന്നാണ് അർത്ഥം. സിദ്റ എന്ന് പറഞ്ഞാൽ സാധാരണ ഇലന്ത മരം എന്നൊക്കെ പറയാറുണ്ട്. ഒരു ടൈപ്പിലുള്ള മരമാണ് അത് എന്നാണ്. ആ മരം നിൽക്കുന്നത് ഏറ്റവും അറ്റത്താണ്. അതിനെക്കുറിച്ച് ഖുർആനും ഹദീസും വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, വഗശിയഹാ അൽവാനുൽ ലാ അദ്രി മാ ഹിയ, വർണ്ണിക്കാൻ കഴിയാത്ത നിറങ്ങളെ കൊണ്ട് ആ മരത്തെ പൊതിഞ്ഞിട്ടുണ്ട് എന്ന വല്ലാത്ത രസമുള്ളൊരു മരമാണെന്നാണ്. നിറങ്ങളെ കൊണ്ട്, വർണ്ണിക്കാൻ കഴിയാത്ത നിറങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ട ഒരു മരമാണ് അത് എന്ന ഖുർആൻ നമുക്കത് പഠിപ്പിച്ചിരുന്നു. വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹൻ്റെ അടുക്കൽ വെച്ചിട്ട് അദ്ദേഹത്തെ രണ്ടാമതൊരു തവണ കൂടി അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ സിദ്റത്തുൽ മുൻതഹൻ്റെ അടുക്കൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നാണ്. കാണാത്തൊരു സംഗതിയെ കണ്ടിട്ടുണ്ട് എന്നാണ്. നമ്മൾ മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ പറഞ്ഞു അത് അള്ളാനെയാണ് കണ്ടത് എന്നാണ്. അള്ളാനെ കണ്ടു എന്നുള്ളതാണ്, അള്ളാനെ കണ്ടു എന്നാണ്. പക്ഷേ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ റസൂലുള്ള എന്നല്ല, ഒരാളും എന്ത് ചെയ്തിട്ടില്ല, അള്ളാനെ കണ്ടിട്ടില്ല. ആർക്കും അള്ളാനെ കാണാനും
പറ്റില്ല. മറിച്ച് പരലോകത്ത് സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് അള്ളാഹിനെ കാണാൻ പറ്റും, അതുവരെ ആരെയും കാണാൻ പറ്റില്ല. എന്നാൽ അവിടെ വെച്ച് അള്ളാഹിനെ കണ്ടിട്ടില്ല, ജിബ്രീലിനെ കണ്ടു എന്നാണ്. അപ്പോൾ ഇത്ര നേരം ജിബ്രീൽ ഒപ്പുണ്ടായിരുന്നില്ലേ? ഒപ്പുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പലതവണ ജിബ്രീൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. പക്ഷെ ജിബ്രീലൊന്നും ഒറിജിനൽ രൂപത്തിലല്ല എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളൂ. ഒറ്റ തവണയെ വന്നിട്ടുള്ളൂ, അത് ഭൂമിയിൽ വെച്ച്. ഇത് രണ്ടാമത്തെ തവണയാണ്. സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് വലഖദ് റആഹു നസ്ലതൻ ഉഖറ, മറ്റൊരു തവണ കൂടി ജിബ്രീലിനെ അള്ളാഹിൻ്റെ റസൂല് കണ്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആദ്യം ഒരു തവണ കണ്ടിട്ടുണ്ട്, ആ കണ്ടത് ഭൂമിയിൽ വെച്ചാണ്, മക്കയിൽ വെച്ചാണ്. ഈ കാണൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് ജിബ്രീൽ പല രൂപത്തിലാണ് വരിക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ രൂപത്തിലല്ല വരിക. ഒറിജിനൽ രൂപം എന്ന് പറഞ്ഞാൽ 100-600 ചിറകുകളിലധികമുള്ള ഭീമാകാരമായ രൂപത്തിലുള്ള, കണ്ടാൽ പേടി തോന്നുന്ന അത്രയും വലുപ്പമുള്ള രൂപമാണ് മലക്കുകൾ അത്രയാണ്. അതിൽ ലീഡറാണ് ആര്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഒറിജിനൽ രൂപം കണ്ടത് ഒരു തവണയാണ് ഭൂമിയിൽ. ആ കണ്ടപ്പോൾ തന്നെ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹിൻ്റെ ബോധം പോയിട്ടുണ്ട് അത്രയും. കാരണം റസൂലുള്ളാഹി പറയുന്നുണ്ട്, ജിബ്രീലും കൂടെ ഒറിജിനൽ രൂപത്തിൽ നിന്നപ്പോൾ എനിക്ക് ആകാശം കാണാതെയായി എന്നാണ്, ആകാശം കാണാതെയായി എന്ന്, അത്രയും വലുപ്പമുണ്ടെന്നാണ്. രണ്ടാമത്തെ തവണ സിദ്റത്തുൽ മുൻതഹൻ്റെ അടുക്കൽ വെച്ചിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ അള്ളാഹിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം നമുക്കറിയില്ല. എന്നാൽ എണ്ണം കിട്ടുന്ന കുറേ സംഗതി ഉണ്ട്, അതൊന്നുമല്ല, അതിനപ്പുറമാണ് എണ്ണം. എന്നാൽ അതിൽ ഒരു മെമ്പറുടെ, അള്ളാഹിൻ്റെ സൈന്യത്തിൽ ഒരു മെമ്പറിൻ്റെ വലുപ്പമാണ് ഈ പറഞ്ഞത്. 100-600 ചിറകുകളുള്ള വല്ലാത്ത വലുപ്പമുള്ള ഒരു മെമ്പറാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഇതുപോലെയാണ് ബാക്കി വലുപ്പം കൂടിയവരുണ്ട്, കുറഞ്ഞവരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്നു. അപ്പോൾ എവിടുന്ന് കണ്ടു? സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച്, ഏഴാം ആകാശത്തിൻ്റെ അങ്ങേ തലക്ക വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. തിരിച്ചു വന്നതൊക്കെ വിശദീകരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു നബിനോട്, നബി നിങ്ങൾ അള്ളാഹിനെ കണ്ടോ എന്ന്. റസൂൽ പറഞ്ഞു, ഞാനെങ്ങനെ കാണാനാണ്? കാലങ്ങൾക്കിപ്പുറം ആയിഷ ബീവിൻ്റെ അടുക്കൽ വന്നിട്ട് ചില സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ നമ്മളെ നബി മിഅ്റാജ് യാത്രയിൽ അള്ളാഹിനെ കണ്ടിരുന്നോ എന്ന്. അപ്പോൾ ആയിഷ ബീവി കൊടുക്കണ മറുപടി എന്താണെന്ന് വെച്ചാൽ, നീ ചോദിച്ച ചോദ്യം കൊണ്ട് എൻ്റെ മനസ്സ് കിടുങ്ങിപ്പോകുന്നു. കാരണം അള്ളാഹിനെ കാണുമെന്ന് പറഞ്ഞാലേ അത് വല്ലാത്തൊരു സംഗതിയാണല്ലോ. നിൻ്റെ ചോദ്യം കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ കിടുങ്ങിപ്പോകുന്നു. നീ മനസ്സിലാക്കണം, 3 കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് കളവാണെന്ന് നീ മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചേക്കുക, അതെന്താണ്? അത് കളവാണ് എന്ന്. കാരണം കളവ് അതുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ റസൂൽ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹിനെ കണ്ടിട്ടില്ല. അള്ളാഹിനെ കാണാൻ ആർക്കും പറ്റില്ല. സ്വർഗത്തിൽ വെച്ച് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നത്. ശരി, അങ്ങനെ സിദ്റത്തുൽ മുൻതഹയിൽ എന്ത് ചെയ്തു? അവിടെ വെച്ചാണ് ഈ കാഴ്ചകളും സംഗതികളൊക്കെ കാണുന്നത്. പിന്നെ റസൂലുള്ളാഹി പറയുന്നു, സുമ്മ ഉദ്ഖിലത്തിൽ ജന്ന, പിന്നെ എന്നെ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന്. സ്വർഗത്തിലേക്കൊന്ന് പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടു റസൂലുള്ളാഹി വർണ്ണിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് അവിടുത്തെ കാഴ്ചകൾ. പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത ഒരു അനുഭൂതിയായിട്ടാണ് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത്. സ്വർഗത്തേക്ക് മാത്രമല്ല, പിന്നെ നരകവും എന്ത് ചെയ്തു? കാണിച്ചു തന്നു. കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് അവിടുത്തെ ആസ്വാദനങ്ങൾക്കോ സംഗതികൾക്കല്ല, കാണാൻ വേണ്ടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. സ്വർഗവും കണ്ടു, നരകവും കണ്ടു എന്നാണ്. രണ്ടും കണ്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതൊക്കെ വളരെ വ്യക്തമായി ഈ യാത്ര, അതാ ഞാൻ പറഞ്ഞത്, ഒരു അത്ഭുത യാത്രയായിരുന്നു എന്ത്? ഇസ്രാവും മിഅ്റാജും. റസൂലുള്ളാഹിക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? കാണാൻ പറ്റി എന്നാണ്. നോക്കിങ്ങളെ, ആ കാഴ്ചയിൽ കണ്ട ഒരു കാഴ്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ലമ്മാ ഉരിജ ബി മറർതു ബി ഖൗമിൻ, ഞാൻ മിഅ്റാജിന് പോയപ്പോൾ, എന്നെയും കൊണ്ട് മിഅ്റാജിന് ജിബ്രീൽ കൊണ്ടുപോയപ്പോൾ, മറർതു ബി ഖൗമിൻ, ഞാനൊരു സമൂഹത്തിൻ്റെ അടുക്കലൂടെ ഇങ്ങനെ നടന്നുപോയി. ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു ടീമിനെ കണ്ടു. ആ ടീമിൻ്റെ പ്രത്യേകത എന്താ? ലഹും മൽഫാറുൻ മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പുകൾ കൊണ്ടുള്ള നഖങ്ങളുണ്ട്. ചെമ്പുകൾ കൊണ്ടുള്ള നഖങ്ങളുണ്ട്. യഖ്മിഷൂന വുജൂഹഹും വസുദൂറഹും, ആ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ. ഇന്ന് നമുക്ക് നമ്മുടെ നഖം എന്ത് ചെയ്യാം? നെയിൽ കട്ടർ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. പക്ഷെ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധമാണെന്ന് ചുരുക്കം. ശരീരത്തിലെ ഏത് ഭാഗത്തെയും കീറി മുറിക്കാൻ പവറുള്ള ആയുധമായി നഖത്തെ മാറ്റും എന്നാണ്. അതവർക്കുള്ളൊരു ശിക്ഷയാണ്. അങ്ങനെ ആ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? യഖ്മിഷൂന വുജൂഹഹും
വസുദൂറഹും, അവർ അവരുടെ നെഞ്ചും അതുപോലെ തന്നെ മുഖങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പിളർത്തുന്നുണ്ട്, മാന്തി പിളർത്തുന്നുണ്ട് എന്നാണ്. ആ സമയത്ത് ഞാൻ പേടിയോടുകൂടി ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലെ ആരാണിത്, ഈ കൂട്ടം ആളുകൾ ആരാ, കാരണം ശിക്ഷയാണത്, ആരാണ് ഇവർ? ആ സമയത്ത് എനിക്ക് ജിബ്രീൽ തന്ന മറുപടി, ഹൗലാഇ അല്ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ്, അവർ ജനങ്ങളുടെ മാംസം ഭക്ഷിച്ച ആളുകളാണ്. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനങ്ങളെ മുറിപ്പെടുത്തിയവരാണ്. മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരാണ്. ബാക്കിയുള്ള ആളുകൾ അഭിമാനത്തെ മുറിപ്പെടുത്തിയതാണ് എന്ന്. ഈ ഹദീസൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ജീവിക്കുന്നത് ട്രോളുകളുടെ ഒരു കാലത്താണ്. പാര വെച്ചും ട്രോളിയും കളിയാക്കിയും മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കിയും അതല്ലെങ്കിൽ വേറുള്ള രൂപത്തിൽ എങ്ങനെയൊക്കെ ഒരാളെ കുറവാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറവാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഹദീസുകളാണ്. ഫ്രണ്ട്സുകൾക്കിടയിലും ഗേൾസിൻ്റെ ഇടയിലും അതല്ലെങ്കിൽ ക്ലാസ്സുകൾക്കിടയിലും അതല്ലെങ്കിൽ വേറുള്ള നിലക്കൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സഹപാഠികളെയോ അല്ലെങ്കിൽ ജൂനിയേഴ്സിനെയോ നമ്മളോടൊപ്പം പഠിക്കുന്നവരെയോ നമ്മളോടൊപ്പം ജീവിക്കുന്നവരെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പല നിലക്കും അഭിമാനം മുറിപ്പെടുത്താറുണ്ട്. സംസാരം കൊണ്ടോ ഇടപെടൽ കൊണ്ടോ ആംഗ്യങ്ങളെ കൊണ്ടോ ബാക്കിയുള്ള ഏതെങ്കിലും രൂപത്തിലൊക്കെ മറ്റുള്ളവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തും. നിങ്ങൾ ആലോചിക്കും, ഒരു മുഖം ചുളിക്കൽ കൊണ്ട് പോലും മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ പാടില്ല. അപ്പം നമ്മൾക്കൊക്കെ മനപ്പാടുള്ള സൂറത്താണ് വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്നവർക്കും കുറവാക്കുന്നവർക്കും നാശം എന്നാണ്. ഈ സൂറത്തിനെ വിശദീകരിക്കുന്നവർക്ക് പണ്ഡിതന്മാർ പറയുന്നതെന്നറിയോ, സംസാരം കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, ശരീരം കൊണ്ട് മുറിപ്പെടുത്തുക എന്ന് മാത്രമല്ല, ചില ആംഗ്യങ്ങളെ കൊണ്ട്, ചില സൂചനകളെ കൊണ്ട്, ചില സിമ്പലുകളെ കൊണ്ടൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്യും, മുറിപ്പെട്ടു പോകും. അതുപോലും എന്ത് ചെയ്യും, ഈ പരിധിയിൽ പെടുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു മുഖഭാവം കൊണ്ട്, നമ്മുടെ ഒരു ആക്ഷൻ കൊണ്ട്, നമ്മുടെ ഒരു ആംഗ്യം കൊണ്ടൊന്നും ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, മുറിപ്പെടാൻ പാടില്ല എന്ന്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ക്ഷീണം ചെയ്യുമെന്നാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെയുള്ള ശിക്ഷയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ഇത് നമുക്ക് പഠിപ്പിച്ച് തരുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അറിയുക, ഇങ്ങനത്തെ ഒരവസ്ഥ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചൊക്കെ, കാബ, മക്കയിലെ കാബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പുണ്യമാക്കപ്പെട്ട സംഗതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെയും ആളുകളെയും ഉപമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനെ നിങ്ങൾ എത്ര പവിത്രമായി കാണുന്നുവോ അതുപോലെ പവിത്രതയുള്ളതാണ് മറ്റുള്ളവരുടെ അഭിമാനം എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് അവസാനത്തെ ഹജ്ജിലാണ്, ഹജ്ജത്തുൽ വിദായിലെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുണ്ട്, മറ്റുള്ളവരുടെ രക്തവും സമ്പത്തും അഭിമാനവും നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അതെന്താ, അതുമ്മ തൊട്ട് നിങ്ങൾ കളിക്കാൻ പാടില്ല. മറ്റുള്ളവൻ്റെ രക്തവും മറ്റുള്ളവരുടെ സ്വത്തും മറ്റുള്ളവൻ്റെ അഭിമാനവും അതുമ്മ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കളിക്കാൻ പാടില്ല. അതൊരു പക്ഷേ നിങ്ങളെ കൂടെ ജീവിക്കുന്നവരായിരിക്കാം, ആരായിരിക്കാം, പക്ഷേ ഒരാളെ അഭിമാനത്തുമ്മ തൊട്ടുള്ള കളി അനുവദിക്കുന്ന. കാരണം അഭിമാനത്തുമ്മ തൊട്ടാൽ അള്ളാഹു നേരിട്ട് ഇടപെടുമെന്നാണ്, അള്ളാഹ് നേരിട്ട് ഇടപെടുന്ന. അതുകൊണ്ടാണ് ദുആഉൽ മദ്ലൂമിൻ്റെ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അള്ളാഹ് മറയില്ലാതെ സ്വീകരിക്കുന്ന. നമ്മളാൽ ബുദ്ധിമുട്ടി മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ഒരാൾ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാളാണ് പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹ് നേരണ്ട് എടുക്കുന്നതാണ്. ഇടയിൽ എന്തില്ല, ഇടയിൽ മറയില്ല എന്ന. നമ്മളാൽ ഒരാൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിൽ ഒരാൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരാൽ ബുദ്ധിമുട്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അയാൾ അള്ളാഹിലേക്കൊരു കരമുയർത്തി അള്ളാഹിലേക്കൊരു പ്രാർത്ഥന പോയാൽ അള്ളാഹ് അത് നേരെ സ്വീകരിക്കുന്നതാണ്. അത് വല്ലാത്ത പവറാണ്. അതുകൊണ്ട് അഭിമാനത്തുമ്മ തൊട്ട് കളിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും എന്ത് ചെയ്യുന്നില്ല, അനുമതി തരും. അതുകൊണ്ടാണ് ഇരട്ടപ്പേരുകൾ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും അധ്യാപകർക്ക് ഇരട്ടപ്പേര് വെക്കാറുണ്ട്, സഹപാഠികൾക്ക് ഇരട്ടപ്പേര് വെക്കാറുണ്ട്. തിരിച്ചറിയാനല്ല, കളിയാക്കാനും അതുപോലെ തന്നെ വേറെ. എന്തുകൊണ്ടത് പറ്റൂല എന്ന് പറഞ്ഞത്, അത് അവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇരട്ടപ്പേര് വെക്കാനും വിളിക്കാനും പാടില്ല എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചു, അത് കൽപ്പിച്ചു, അത് പാടില്ല എന്നാണ്. അത് വിരോധിച്ച കാര്യമാണ്. അങ്ങനെ ഉണ്ടായാൽ അള്ളാഹ് ഇടപെടുന്നതാണ്. മാത്രമല്ല, ഒരാളെയും നിങ്ങൾ വഷളാക്കാൻ പാടില്ല. ഒരാളെങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അയാളെ പിന്നാലെ കൂടി അയാളുടെ ന്യൂനതകൾ ഇങ്ങനെ കണ്ടെത്തി അയാളെ രഹസ്യ ജീവിതത്തിലേക്ക് കടന്ന് ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല,
വഷളാക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങളെ വീടിൻ്റെ അകത്ത് കടന്നുറങ്ങി വാതിലൊക്കെ കുട്ടിയിട്ട് ഒരാളും അറിയാതെ നിങ്ങൾ വീടിൻ്റെ അകത്തിരുന്നാലും അള്ളാഹ് നിങ്ങളെന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, അഭിമാനം എന്നുള്ളത് എന്താണ്? കുറച്ച് വിലയുള്ള കാര്യമാണ്. ഒരാളുടെ അഭിമാനത്തെ തൊട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കളിക്കാം. അത് കുട്ടികളാവട്ടെ, ചിലപ്പോൾ ബാപ്പാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളല്ലേ, മക്കളല്ലേ, അവർക്ക് പ്രായമായിട്ടില്ലല്ലോ, ചെറുതല്ലേ എന്ന് പാടില്ല എന്നുള്ളത് തന്നെ. ചെറിയ മക്കൾക്ക് അവരുടേതായ അഭിമാനങ്ങളുണ്ട്. ആ അഭിമാനത്തുമ്മ തൊട്ട് കളിക്കാൻ ഒരിക്കലും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പെർമിഷൻ തരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ശിക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രിയിൽ കണ്ടത് അഭിമാനത്തെ മുറിപ്പെടുത്തി. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മാംസം ഭക്ഷിച്ച ആൾ, മറ്റുള്ളവരുടെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരാളെക്കുറിച്ച് പറയുക എന്നുള്ളത്. നമ്മൾ പറയാറില്ലേ ഗീബത്തും നമീമത്തും പറയുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഏഷണയും പരദൂഷണം. ഗീബത്ത് നമീമത്ത് എന്നുള്ളത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ട് വരുന്ന രണ്ട് പദപ്രയോഗങ്ങൾ, അറബിയാണ്, എന്നാലും നമ്മളത് മലയാളം പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഗീബത്തും നമീമത്തും പറയാൻ പാടില്ല എന്ന്. കാരണം അത് പറയുക എന്നുള്ളത് എന്താണ്? മറ്റുള്ളവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തണം. അതുകൊണ്ടാണ് നമീമത്ത് പറയുന്നവൻ അവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യൂല, പോവില്ല എന്നാണ് റസൂലുള്ളാഹി ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ഗീബത്ത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് പറയലാണ് എന്ന്. തൻ്റെ സുഹൃത്തിന് നമ്മൾ പറയുന്ന കാര്യം അവനിഷ്ടമല്ല, അങ്ങനെയുള്ളത് പറയലെന്നാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ പറയുന്ന കാര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ, ഓൻ ചെയ്യണതാണ് അല്ലെങ്കിൽ ഓൻ്റെ സ്വഭാവത്തിൽ അതുണ്ട്, അതാണ് ഞങ്ങൾ പറയണതെങ്കിലോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതന്നെയാണ് എന്ത്? ഗീബത്ത്. ഇല്ലാത്തത് പറയൽ കളവാന്നാണ്. നോക്കി നിങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്താ പറയാൻ പറ്റുക? മറ്റുള്ളവരിലുണ്ട്, ന്യൂനതകളാണ്, ദുസ്വഭാവങ്ങളാണ്, ദുഷിച്ചതാണ്. പക്ഷെ നമുക്ക് പറയാൻ എന്തില്ല? പെർമിഷൻ. ഒരാളെ കുറിച്ചിട്ടും നമ്മൾ വായ തുറക്കുമ്പോൾ, നാവ് ചലിപ്പിക്കുമ്പോൾ ആദ്യം ചിന്തിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ബുദ്ധിമാന്മാരുടെ ബുദ്ധി എവിടെയെന്ന് ചോദിച്ചാൽ നാവിൻ്റെ മുൻപിലാണ്. ചിന്തിച്ചിട്ട് അവർ വർത്തമാനം പറയുള്ളൂ. വിഡ്ഢികളാണ് സംസാരിച്ചതിന് ശേഷം ചിന്തിക്കുക എന്നുള്ളതാണ്. അവരുടെ ബുദ്ധി നാവിൻ്റെ ശേഷമാണെന്നാണ്, നാവ് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ള ആളുകളാണ്. അവരുടെ ജീവിതത്തിലുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, അവരുടെ ദുസ്വഭാവം കാണും. പക്ഷെ നമുക്ക് ഒരാളോടും ചെയ്യാൻ പറ്റില്ല, പറയാൻ പെർമിഷമില്ല. അതിനാണ് ഗീബത്ത് എന്ന് പറഞ്ഞത്. ഇല്ലാത്തത് പറയുകയാണെങ്കിൽ എന്താണ്? അത് പിന്നെ കളവാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരാളെക്കുറിച്ചിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് പറയാൻ പറ്റും എപ്പോൾ എന്ന് ചോദിച്ചാൽ, നമ്മളോട് ഒരു ടീം വന്നിട്ട് നമ്മളോടൊപ്പം പഠിക്കുന്ന ഒരു സുഹൃത്തിനെ സംബന്ധിച്ച് വിവാഹാന്വേഷണത്തിന് വേണ്ടി ചോദിച്ചുവെങ്കിൽ നമ്മൾ അവനെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഇന്ന സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളാണ്, ഇന്ന കാരണം വിവാഹാലോചനയാണ്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതിലെന്തില്ല, ഈ ഒരു നിയമം ഇല്ല എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിനെക്കുറിച്ച്, നമ്മളോടൊപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് കല്യാണം ആലോചിക്കുമ്പോൾ നമ്മളോട് എന്ത് ചെയ്തു? അന്വേഷണം വന്നു. കൂടെ പഠിക്കുന്ന ആൾ എന്നുള്ളൊക്കെ അന്വേഷണം വന്നു. അപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് എല്ലാതും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവളുടെ നന്മയെക്കുറിച്ച് പറയുന്നതോടൊപ്പം അവൾക്ക് ന്യൂനതകളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. കാരണം അത് വിവാഹാന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മളറിയാം. നമ്മൾ പോയത് ഇവിടെ നിന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ രാത്രിയിൽ എന്ത് കണ്ടു? ഒരു ടീമിനെ കണ്ടു. അവർ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവർ മറ്റുള്ളവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ആളുകളാണ്, അവർക്കുള്ള ശിക്ഷയാണ് എന്ന്. അവിടെ നിന്നാണ് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരാൻ നേരത്താണ് 50 നേരത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി കൊടുത്തത്. അതുവരെ എന്തില്ല? നിസ്കാരം നിർബന്ധമില്ല, ഫർള് നിസ്കാരമില്ല. ഭൂമിയിൽ കൂടി വെച്ചിട്ടല്ല, ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഭൂമിയിൽ വെച്ചിട്ടാണ് കൽപ്പിക്കപ്പെട്ടതും നിയമമായതും. ഇത് എവിടുന്ന് കിട്ടിയതാണ്? ആകാശത്തു നിന്ന് കിട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ അസ്വലാത്ത്, നിസ്കാരം കിട്ടിയത് ആകാശത്തു നിന്നാണ്. അത് എത്രയാണ്? 50 നേരമായിരുന്നു. 50 നേരം എന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിൽ പോകാനൊന്നും സമയം ഉണ്ടാവില്ല, നിസ്കരിക്കാൻ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സമയം ഉണ്ടുള്ളൂ. 50 നേരമാണ്. ഇപ്പം നമ്മൾ നിസ്കരിക്കാൻ 5 നേരം. ആ 5 കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മളൊക്കെ ചില ആൾക്കാർ കുടുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇരട്ടി 10 ഇരട്ടി 50 നേരത്തെയാണ്. അതും കൊണ്ട് അത് കിട്ടി, സമ്മാനമായി കിട്ടി. അതും കൊണ്ട് എന്ത് ചെയ്യുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുമ്പോൾ മൂസാ നബിയാണ് ഇടപെട്ടത്. എന്താ നബി നിങ്ങൾക്ക് കിട്ടിയത്? അള്ളാഹ് എന്താ പറഞ്ഞത്? അപ്പോൾ റസൂലുള്ളാഹി മൂസാ നബിയോട് പറഞ്ഞു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 50 നേരത്തെ നിസ്കാരം എൻ്റെ ഉമ്മത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ടെന്ന്. മൂസാ നബി ഇടപെട്ടു. നബിയെ, നിങ്ങളെ ഉമ്മത്തിനത് കഴിയില്ല, നിങ്ങളതെന്ത് ചെയ്യണം? ചുരുക്കി തരാൻ പറയണമെന്നാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ അടുക്കൽ പോയി ചുരുക്കി വരുന്നതാണ്.
അങ്ങനെ എണ്ണം വീണ്ടും ചുരുക്കാൻ മൂസാ നബി ആവശ്യപ്പെടുന്നു. അങ്ങനെ അവസാനം 5 ആവുന്നതാണ്. 5 ആയപ്പോഴും മൂസാ നബി പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മളെ മനസ്സ് വെച്ചിട്ടാണ് മൂസാ നബി സംസാരിച്ചു. നബിയെ 5 നേരം നിങ്ങളെ ഉമ്മത്തിന് കഴിയൂലാന്ന്. 5 നേരവും നിങ്ങളെ ഉമ്മത്തിന് കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ദുഹറിൻ്റെ അസറിൻ്റെ കഥ എന്താ? അത് നേരെ നടക്കുന്നുണ്ടോ? രാവിലത്തെ സുബഹിൻ്റെ കഥ എന്താ? അത് നേരെ നടക്കണം. 5 ഉള്ളൂ. ഇപ്പോൾ 50 എന്നാണ് എന്ത് ചെയ്തത്? 5ക്ക് വന്നത്. നമ്മളെ മനസ്സറിഞ്ഞിട്ടാണ് ആര് പറയുന്നത്? മൂസാ നബിക്ക് മനസ്സറിയാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ, അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ നോക്കി മൂസാ നബി സംസാരിക്കുകയാണ്, നബിയെ നിങ്ങളെ ഉമ്മത്തിന് അത് കഴിയൂലാന്ന്. അപ്പോൾ റസൂലുള്ള പറഞ്ഞെന്താണെന്നറിയോ? ഇനി എൻ്റെ റബ്ബിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ ലജ്ജയാണെന്നാണ്. കാരണം കുറേ പോയിട്ട് തിരിച്ച് ചുരുക്കി കൊണ്ടുവന്നതാണ് 5 എന്നുള്ളത്. ഇനി എൻ്റെ റബ്ബിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്, ഇത് കുറച്ച് തരാൻ വേണ്ടിയിട്ട് എന്നാണ്. അങ്ങനെയാണ് 5 കൊണ്ട് എന്ത് ചെയ്യുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുന്നത് എന്നാണ്. ആ തിരിച്ചു പോരുന്ന സമയത്ത്, അവിടുന്ന് ഇങ്ങോട്ട് വിട്ടു പോകുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു എന്നാണ്. അതാണ് ഞാൻ എൻ്റെ നിർബന്ധം നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം ഫർളാന്നാണ്, നടപ്പിലാക്കിയിരിക്കുന്നു. എൻ്റെ അടിമകൾക്ക് ഞാനത് ലഘൂകരിച്ച് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 50 എന്നുള്ളത് 5ലേക്ക് ലഘൂകരിച്ച് നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, യാത്രക്കാരന് ഇളവുണ്ട്, രോഗിക്ക് ഇളവുണ്ട്, ജമ്മും കസറും എന്ന് പറഞ്ഞ ഇളവുകളൊക്കെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എൻ്റെ അടിമകൾക്ക് ഞാനത് എന്ത് ചെയ്തിരിക്കുന്നു? ലഘൂകരിച്ച് കൊടുത്തിരിക്കുന്നു. നോക്കി നിങ്ങൾ, ഈ 5 ആയിട്ടും നമ്മളെ പ്രയാസം എന്താ? നിങ്ങൾ ആലോചിക്കും. ഞാൻ എന്നെക്കുറിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ചിട്ടായിട്ട് ആലോചിച്ചത്. നമുക്ക് കൃത്യമായിട്ട് സുബഹി കിട്ടുന്ന എത്ര ദിവസമുണ്ട്? നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് കൃത്യമായി സുബഹി കിട്ടുന്നുണ്ട്? ഇപ്പം നിലവിൽ രാത്രി കൂടുതലാണ്. രാത്രി 10 മണിക്കൊക്കെ ഉറങ്ങാൻ കിടന്നാലേ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും 6-7 മണിക്കൂർ ഉറക്കമുണ്ട്. ഇന്നലെ ഭാര്യ 11 മണിക്ക് ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ച് 11 മണിയായിട്ടേ ഉള്ളൂ. 10 മണിക്ക് കിടന്ന ആൾ 11 മണിക്ക് കുട്ടി കരഞ്ഞപ്പോൾ എണീറ്റതാണ്. എന്നിട്ട് ക്ലോക്കിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിക്കുക 11 മണി ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 1 മണി. അങ്ങനെ ഉണ്ടല്ലോ ചില സമയത്ത് നല്ല 1 മണിക്കൂർ ഉറങ്ങിയാൽ, പക്ഷെ നല്ല പവർഫുൾ ഉറക്കം കിട്ടിയാൽ കുറേ നേരം ഉറങ്ങിയ ഫീലിംഗ് ഉണ്ടാവുമല്ലോ എന്ന പോലെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ 2-3 വട്ടമൊക്കെ എണീറ്റ് യൂറിനൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ നടക്കാനുള്ള സമയമൊക്കെ ഇപ്പം എന്തുണ്ട്? രാത്രി. വൈകി ഉറങ്ങുന്നവർക്ക് കിട്ടൂല, പക്ഷെ കൃത്യമായിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ സുബഹി വരെ രാത്രി കൂടുതലപ്പോൾ. എന്നിട്ടും നമുക്ക് എന്തുണ്ടാവില്ല? പല ആളുകൾക്കും, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ അന്തരീക്ഷത്തിലും നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിലുള്ള മനുഷ്യന്മാരൊക്കെ കഥ എന്താവും? സുബഹിക്കും കടന്നുറങ്ങുകയാണ്. ഇത് 50 ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ഭാരമാകുന്നു. അവിടുന്ന് അള്ളാഹ് നമ്മളോട് കാരുണ്യം കാണിച്ച്, അള്ളാഹിൻ്റെ റസൂല് നമ്മളോട് കരുണ കാണിച്ച് എന്ത് ചെയ്യാണ്? അത് ചുരുക്കി കൊണ്ടുവന്ന് 5 ആക്കിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും നിസ്കാരം മിസ്സാവണ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിസ്കാരം 5 എണ്ണത്തിൽ ഒന്നും മിസ്സാവാൻ പാടില്ല. 5 എണ്ണത്തിൽ ഒന്ന്. കാരണം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, 1 നിസ്കരിച്ച 10 എണ്ണം നിസ്കരിച്ച പോലെ. കാരണം 50 എണ്ണമായിരുന്നു ആദ്യം. അതുകൊണ്ട് നിങ്ങൾ 5 എണ്ണം നിസ്കരിച്ച 50 നിസ്കരിച്ച പോലെയാണ്. അത് നമുക്കുണ്ട്, അതിൻ്റെ കൂലിയുണ്ട്. പക്ഷെ അതിൻ്റെ കൂലി ആർക്കും കിട്ടുക എന്ന് വെച്ചാൽ അത് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യണം? നിലനിർത്തി പോകണം. അതുകൊണ്ട് 5 നിസ്കാരം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മിസ്സാവാൻ പാടില്ല. ഇപ്പം ഞാൻ ഇത് സംസാരിക്കുമ്പോൾ കൂടുതലും വിദ്യാർത്ഥികൾ എൻ്റെ മുമ്പിൽ, നിങ്ങൾ ഹോസ്റ്റലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ നാട് വിട്ട് റൂമുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മുസ്ലിം പേരുള്ള നമ്മുടെ സഹപാഠികളുടെ നിസ്കാരത്തിൻ്റെ വിഷയം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുപോകും. ഈ നിസ്കാരം മിസ്സായി പോണതിന് റൂട്ടുണ്ട്. ആ റൂട്ട് നമ്മളെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റയടിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? നിസ്കാരം പൂർണ്ണമായിട്ട് നമ്മളെ ജീവിതത്തിൽ നിന്ന് പോകില്ല. എന്നാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വേറൊരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് 50 നേരത്തെയാണ് കിട്ടിയത്. നിസ്കാരം ഒറ്റയടിക്ക് മിസ്സാവില്ല. നമ്മളൊപ്പം ജീവിക്കുന്ന ക്യാമ്പസിലുള്ള മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ 2 രൂപത്തിലുണ്ടാവും. ഒന്ന് നാട്ടിൽ നിന്ന് തന്നെ നമസ്കാര ശീലമില്ലാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഒപ്പം ഉണ്ടാവും, കുടുംബത്തിൽ തന്നെ നിസ്കരിച്ച് ശീലമില്ലാത്തവർ. എന്നാൽ വേറൊരു ടീം നാട്ടിൽ നിന്നൊക്കെ പ്രോപ്പറായി നിസ്കരിച്ചിരുന്ന ടീം ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നാട് വിടുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിസ്കാരം മിസ്സായതുണ്ടാവും. ആ നിസ്കാരം മിസ്സാവുന്ന റൂട്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചില ആൾക്കാരൊന്നും തീരെ നിസ്കരിക്കാത്തവരുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ, എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം സമയമാണ് മിസ്സാവുക. സമയത്ത് നിസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടാവും. 5 ഉണ്ടാവും, പക്ഷെ 5 എണ്ണം എന്ത് ചെയ്യില്ല? ടൈമിങ്ങിലാവില്ല. സുബഹിയൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ എണീക്കുമ്പോഴോ, എണീക്കൽ 9 മണിക്കോ കോളേജിൽ പോണ സമയത്തൊക്കെ അപ്പം നീച്ച് ചിലപ്പോൾ നിസ്കരിക്കുക, അല്ലെങ്കിൽ ദൂറിനോടൊപ്പം സുബഹി കൂടി നിസ്കരിക്കും. എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഫിനിഷ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. 5 എണ്ണം ഉണ്ടാവും, പക്ഷെ സമയത്താവില്ല. ആദ്യം നമ്മളെ നിസ്കാരം മിസ്സായതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടൈമാണ് എന്ത് ചെയ്യുക? മാറുക. 5 എണ്ണം ഉണ്ടാവും, പക്ഷേ സമയത്ത് എന്ത് ചെയ്യില്ല? ഉണ്ടാവില്ല. അടുത്തത് എന്താണെന്നറിയോ?
5 ചിലതൊക്കെ ഇങ്ങനെ കുറയും. സുബഹി ഇപ്പോൾ ഏതായാലും പോയി, എന്നിപ്പോൾ ളുഹറിനൊപ്പം നിസ്കരിക്കണേ, ഇന്ന് വേണ്ട, അങ്ങനെ അതെന്ത് ചെയ്യും, ഒന്ന് പോകും. ചിലപ്പോൾ ളുഹറിന് നമ്മൾ അവിടെ പഠനത്തിരക്കിലും സംഗതികളാവും, ഒന്നുകിൽ പ്രെയർ ഹാളിലേക്ക് എത്തിപ്പെടാൻ പ്രയാസം ഉണ്ടാവും, അതല്ലെങ്കിൽ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ പ്രയാസം, അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടത്ത സാഹചര്യം ഉണ്ടാവും, പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പതുക്കെ അതിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ സ്കൂട്ടായി പോയി തുടങ്ങും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, സമയം പോവും. പിന്നെ രണ്ടാമത്തത് ഒരു വക്തൊക്കെ പോകും. ആ ഒരു വക്ത് പോയി എന്നും ഒരു വക്ത് പോകുന്നില്ല, ചിലപ്പോൾ മാസത്തിലോ ഒക്കെ ആദ്യം എന്ത് ചെയ്യുള്ളൂ, ഒരു വക്തൊക്കെ പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിലെ 30x5 ഏതെങ്കിലും ഒന്നൊക്കെ എന്ത് ചെയ്യുള്ളൂ, പോകുള്ളൂ. പിന്നെ ആഴ്ചയിലേക്ക് വരുമ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെ പോകാൻ തുടങ്ങും, ആഴ്ചയിലൊന്ന്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ദിവസത്തിൽ 5 എന്ത് ചെയ്യാൻ പറയും, 4 ഇങ്ങനെ വരും, 4 പിന്നെ അത് പതിയെ ഇങ്ങനെ കുറഞ്ഞ് എന്ത് ചെയ്യും വരും. പിന്നെ തീരെ ഇല്ലാത്ത അവസ്ഥയ്ക്ക് വരും. ജുമാക്ക് വരാത്ത അവസ്ഥ കൂടി പിന്നെ എന്ത് ചെയ്യും വരും. ഇത് റൂട്ട് അത് ഒറ്റയടിക്കേണ്ടതാണ്, അതല്ല, പതിയെ എന്ത് ചെയ്യും ഇങ്ങനെ വരും. അതുകൊണ്ട് ഈ റൂട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമയത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയുക, നമ്മൾ പതിയെ ഇവിടേക്ക് പോകാനാണ്, ഒരു അപകടം നമുക്ക് വരാനുണ്ട്, ഒരു സിഗ്നലാണ് അത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സുബഹയാകട്ടെ, അസ്റാകട്ടെ, ളുഹറാകട്ടെ, ഇതൊക്കെയാണല്ലോ നമുക്ക് മിസ്സാണ് സംഗതി. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയുക. ആ ഭാഗത്തേക്ക് ഞാൻ വല്ലാതെ പോണില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് ആ 5 തിരിച്ചു പോരുമ്പോഴാണ് എൻ്റെ അടിമകൾക്ക് ഞാനത് നിർബന്ധമാക്കിയിരിക്കുന്നു, ഞാനത് ലഘൂകരിച്ചിരിക്കുന്നു എന്ത് ചെയ്തത് കൊടുത്തു. അങ്ങനെ തിരിച്ചു വന്ന മക്കയിൽ തിരിച്ചു വന്ന അന്ന് തന്നെ, എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്കെത്തി മക്കയിലേക്ക് വന്ന അന്ന് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു എന്നാണ് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരത്തിന് സമയം പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലിന് ജിബ്രീൽ നിസ്കരിച്ചു, അള്ളാഹിൻ്റെ റസൂൽ ആളുകളെ കൂട്ടിച്ചിട്ട് ആളുകൾ നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു നേരത്തെ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയേ ഇത് ളുഹറാണ്, ഇപ്പം നമ്മൾ നിസ്കരിച്ചത് ളുഹറാണ്. സമയം പഠിപ്പിച്ചു കൊടുത്ത് എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലിൽ നിന്നും ആര് പോയി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി. അന്ന് മുതൽ സമയവും സംഗതികളൊക്കെ ആയിട്ട് നിസ്കാരം എന്ത് ചെയ്യണം, തുടങ്ങണം. തിരിച്ചു വന്ന അന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം കിട്ടിയതിന് ശേഷം റസൂലുള്ള പറയണേ 7-ആകാശത്തിൻ്റെ ടോപ്പിൽ, അപ്പോൾ 7-ആകാശത്തിൻ്റെയും അങ്ങേ തലക്ക അവിടെ നിന്ന് ജിബ്രീലിനെയും കൊണ്ട് ഞങ്ങൾ വീണ്ടും എവിടേക്ക് വന്നു, മസ്ജിദുൽ അഖ്സയിലേക്ക് തന്നെ തിരിച്ചു വന്നു. കാരണം ബുറാക്ക് അവിടെയാണുള്ളത്. വീണ്ടും തിരിച്ചു വന്ന എവിടേക്കാണ്, മക്കയിലേക്കല്ല, മസ്ജിദുൽ ഹറമിലേക്കല്ല, മറിച്ച് നേരെ വന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്നെയാണ്. എന്നിട്ട് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ബുറാക്ക് മുഖേന ഞങ്ങൾ എവിടേക്കെത്തി, മക്കയിലേക്കെത്തി. ഈ തിരിച്ചു വരുന്ന സമയം ഫജർ നിസ്കാരത്തിൻ്റെ മുന്നേ, അതായത് ഫജറിൻ്റെ മുമ്പായിരുന്നു, പ്രഭാതത്തിൻ്റെ മുമ്പ് ഞങ്ങൾ തിരിച്ചെത്തി. അതാണ് ഖുർആൻ പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ, ഒറ്റ രാത്രി. ആ ലൈല് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് രാത്രി എന്നാണ്, പക്ഷേ അത് രാത്രിയുടെ ഒരു ഭാഗത്തിനും അങ്ങനെ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ രാത്രി കൂടി എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. രാവിലെ നേരം വെളുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബൻ്റെ അടുത്ത് ഹിജറിൽ, അവിടുത്തെ ആ കല്ലിൽ എന്ത് ചെയ്തു, അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ ഇരുന്നു, ആളുകൾക്ക് ഇത് വിശദീകരിച്ചു കൊടുത്തു. അതൊരു പരീക്ഷണമായിരുന്നു അവിടെ മുസ്ലിങ്ങൾക്കും അല്ലാത്തത്. കാരണം ഇത് വിശ്വസിക്കാൻ ചില്ലറ കാര്യമില്ല, മഹാത്ഭുതം നടന്നിക്കണ്. ആ നാട്ടുകാർക്കറിയാം, ആ നാട്ടിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര പരീക്ഷണമായിരുന്നു അവരെ സംബന്ധിച്ചു. കാരണം ഇത് നമുക്കിത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടു വന്നോണ്ട്, പക്ഷേ ഓലിക്ക് ഫ്രഷായത് കേൾക്കുകയാണ്, ഓല ആദ്യം കേൾക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. പല ആളുകൾക്കും പല സംശയം തോന്നുന്നു. ഒരു വേള ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ടും ആദ്യ കാലഘട്ടത്താണല്ലോ, ആളുകൾക്കൊക്കെ ഒരു ഇഷ്കാലം ഉണ്ടാവാൻ തുടങ്ങി. ഈ ഇടയിലാണ് അബൂജഹൽ വരുന്നത്. അബൂജഹൽ ചോദിച്ചു, അല്ല മുഹമ്മദ് എന്തെങ്കിലും ഉണ്ടോ, കളിയാക്കി ചോദിച്ചതാണ്, എന്തെങ്കിലും ഉണ്ടോ, കളിയാക്കി ചോദിച്ചാൽ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പോൾ എന്തോ ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു ഇങ്ങനെ എന്ത് ചെയ്തു, പോയി പോന്നു. അപ്പോൾ വീണ്ടും ഒറ്റ രാത്രി ഉണ്ടോ, ഒറ്റ രാത്രി. കാരണം പിന്നെ അറിയാം, കാരണം അബൂജഹൽ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്, പടച്ചോനെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുക. ആ രണ്ടാലൊരു ഉമർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉമർ ബിൻ ഖത്താബ, രണ്ട് ഈ അബൂജഹലിൻ്റെ പേര് അംർ എന്നാണ്. അതുകൊണ്ട് റസൂലുള്ള അങ്ങനെ പ്രാർത്ഥിച്ചു, രണ്ടാലൊരു ഉമറിനെ. കാരണം ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്ന ഇസ്ലാം എന്ത് ചെയ്യും, ശക്തിയാവും. പിന്നെ ആരും പേടിക്കാനില്ല. ഉമറിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തത്. അങ്ങനെ പവറുള്ള ബുദ്ധിയുള്ള ഒരാളാണ് ആര്, അബൂജഹൽ. അതുകൊണ്ട് തന്നെ അബൂജഹലിന് അത്ഭുതമായി തോന്നുന്നു. അബൂജഹൽ പറയാണ്, പിന്നെ ഇപ്പം എന്നോട് പറഞ്ഞൊക്കെ എൻ്റെ ആൾക്കാരോട് ഈ പറയൂ. അപ്പോൾ റസൂൽ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇദ്ദേഹമാണ്, അബൂജഹലാണ് എന്ത് ചെയ്യുന്നത്, കഅബ് ബിൻ ലുഅയ് എന്നൊരു ഗോത്രത്തെ കൊണ്ടുവന്ന് മുന്നിലിരുത്തിയെന്നാണ്. എന്നാൽ അബൂജഹൽ ചോദിച്ച സംശയങ്ങളൊക്കെ ആരും ചോദിക്കുന്നുണ്ടെന്ന്.
അങ്ങനെ ഇവരൊക്കെ പാടെ കേട്ടവരൊക്കെ പാടെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കൽ പോകണം. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനെ പറയുന്നുണ്ട് മുഹമ്മദ് നബി, ഈ വിശ്വസിക്കുമോ എന്നാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു നിലപാട്, അതാണ് നമ്മളെ നിലപാട് കേട്ടോ. അദ്ദേഹം ചോദിക്കണ്, മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു? അത് വിശ്വസിക്കും. അപ്പോൾ അബൂജഹൽ വീണ്ടും തിരിച്ചു ചോദിക്കണം, ഒറ്റ രാത്രി കൊണ്ട് അവിടെ പോയി തിരിച്ചു വന്നു എന്നുള്ളത് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതിനേക്കാൾ വലുത് ആകാശത്തു നിന്നുള്ള വർത്തമാനം മുഹമ്മദ് നബി പറയുമ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നുണ്ട്? വഹി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലുതാണത്, പിന്നെന്താ എനിക്കിത് വിശ്വസിക്കാനാണ്. അവിടെ മുതലാണ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ എന്ന പേരുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് കിട്ടി. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത. അറബി ഭാഷയിൽ സിദ്ഖ് എന്നാണ് സത്യസന്ധതയ്ക്ക് പറയുക. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. ഞാൻ അതിനപ്പുറത്തേക്ക് എന്തില്ല, ഒരു സത്യപ്പെടുത്താനല്ല. അത്രയും പവർഫുള്ളായിട്ടുള്ള പേര് കിട്ടിയത് ഇതുകൊണ്ടാണ്. കാരണം ഇത് വിശ്വസിച്ചു എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെ നിലപാട് ഇതാണ്, വിശ്വസിക്കുക എന്നുള്ളത്. ഖുർആൻ പറഞ്ഞോ ഹദീസ് പറഞ്ഞോ വിശ്വസിച്ചേക്കൂ, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ അത് പറഞ്ഞു വെച്ചത് എന്തിനാന്ന് വെച്ചാൽ, ഇസ്രാവും മിഅ്റാജും നമ്മളെ നാട്ടുകാർ കാണുന്ന 2-3 നിലപാടുകൾ, 2-3. ഒന്നെന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ പറയാൻ എന്താണെന്ന് വെച്ചാൽ, അള്ളാൻ്റെ റസൂൽ അത് ഉറക്കത്തിലാണ് പോയതെന്നാണ്. ഉറക്കത്ത് പോകാനെന്ന് വെച്ചാൽ ബുറാക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഉറക്കത്തിലല്ല പോയത്. വേറെ ചില ആൾക്കാർ പറയും ശരീരം പോയിട്ടില്ല, റൂഹിനെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊണ്ടുപോയിട്ട്. ഇതൊന്നുമല്ല, ശരിക്കണ്ട് എന്ത് ചെയ്താണ്. അതുകൊണ്ടാണ് മോചിതത്തായത്. അതുകൊണ്ടാണ് സുബ്ഹാന, അത്ഭുതകരമായൊരു സംഭവം പറയാനാണ് അള്ളാഹ് എന്ത് ചെയ്തത്. അതുകൊണ്ട് ശരീരത്തോടു കൂടി പോയിട്ടുണ്ട്. ഇത് അതുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനെ വെച്ച് പറയും, മിഅ്റാജിനെയും ഇസ്രായേലും വെച്ച് പറയുന്നതെന്നറിയോ, ഇത് നമുക്കൊരു പരീക്ഷണമാണെന്നാണ്. ഇതിൽ വിശ്വസിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഈമാൻ ഉണ്ടാവും. ഇതിൽ അവിശ്വസിച്ചാൽ നമ്മളെന്താണ്, പുറത്താ, ദീനിന് പുറത്താണ്. കാരണം ഇതൊക്കെ വിശ്വസിക്കേണ്ടതാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ മോചിത. എന്നാൽ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്താലോ ഇത് കിട്ടൂല. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, വേഗം ഞാനൊരു ഹദീസ് പറയാം. ഇപ്പോൾ പണ്ട് കുറേ ആൾക്കാർ, റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസാണ്, ഒരു പാനീയത്തിൽ ഒരു ഈച്ചപ്പെട്ടു എന്ന് വിചാരിക്കും. ഒരു ഈച്ചപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി പറയും, പിന്നെ ആ പാനീയങ്ങൾക്ക് കുടിക്കണം നിർബന്ധമൊന്നുമില്ല, അത് ആവശ്യമുണ്ട്, അത് കുടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഈച്ചയെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ആ പാനീയത്തിൽ മുക്കിയിട്ട് പുറത്തെടുത്ത് എന്ത് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ കുടിച്ചോളൂ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മളെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ എന്ത് ചെയ്യും. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഈ ഹദീസ് എന്ത് ചെയ്യാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിലിരിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസാണ് കൂടുതലും. നിങ്ങൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. ഒരു ചിറകിൽ രോഗമുണ്ട്, മറു ചിറകിൽ അതിൻ്റെ മരുന്നുണ്ട് എന്നാണ് സയൻസ് പിന്നീട് കണ്ടെത്തിയത്. അപ്പോൾ ആൾക്കാർ വന്നു ആ ഹദീസ് സ്വീകരിക്കാൻ. ഇതാണ് നമ്മളെ ബുദ്ധി, പക്ഷെ അള്ളാഹ് എന്താണ്, അള്ളാഹ് എല്ലാം അറിയണവനാണ്. അള്ളാൻ്റെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഖുർആൻ പറഞ്ഞാൽ ഓക്കെ, ഹദീസ് സ്വഹീഹാണ് എങ്കിൽ അതും ഓക്കെ. ചിലപ്പോൾ നമ്മളെ ബുദ്ധിക്ക് കൊള്ളൊന്നുമില്ല, ഭാവിയിൽ കണ്ടെത്തിയേക്കാം, കണ്ടെത്താതിരുന്നേക്കാം, എന്തോ ആവാം. ഇത് അള്ളാഹ് പറഞ്ഞത്, റസൂലാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു. അതാണ് ഇത് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മളിത് നേരിട്ട് വേറൊരു ടീം ഇതിനെ കൊണ്ട് നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വേറൊരു കൂട്ടം ആൾക്കാർ റജബ് മാസത്തിലാണ് ഇസ്രാവും മിഅ്റാജും എന്ത് ചെയ്തത്. ഇത് റജബ് മാസം, ഞാൻ അതിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. ഇത് റജബ് മാസമാണ്. റജബ് മാസത്തിലാണ് ഇസ്രാവും മിഅ്റാജും നടന്നത്. അതുകൊണ്ട് റജബ് 27-ന് എന്തുണ്ട്, ഒരു നോമ്പുണ്ട്, മിഅ്റാജ് നോമ്പുണ്ട്, സുന്നത്താന്ന് പറയും. അതിനും എന്തില്ല, അത് വേറൊരു നിലപാടായിട്ടുള്ളത്. കാരണം മിഅ്റാജ് നടന്നത് എന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച പറയുന്നിടത്ത് 10ഓളം അഭിപ്രായങ്ങളുണ്ട് എന്നാണ്. ഏത് മാസത്തിൽ നടന്നു, അതിൽ റമദാനിൽ നടന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, ഷവ്വാലിൽ നടന്നു എന്ന് പറയുന്നവരുണ്ട്, റജബിൽ നടന്നു എന്ന് പറയുന്നവരുണ്ട്, ദുൽഖഅദയിൽ നടന്നു. ഇങ്ങനെ 10 അഭിപ്രായങ്ങളുണ്ട് എന്നാണ്. എന്നൊരു പണ്ഡിതന്മാർ പറയണേ, ഇത് ഏത് മാസത്തിലാണ് നടന്നത് എന്നുള്ളതിന് എന്തില്ല, ഒരു ഉറപ്പുള്ള സംഗതിയില്ല. കാരണം അതുകൊണ്ട് കാര്യമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇനി ഈ മാസത്തിലാണ് നടന്നതെങ്കിലോ അതിന് പ്രത്യേകമായ ആരാധനകൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കോളൂ, റജബ് 27, ഇന്നിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14-15ഒക്കെയാണ് തോന്നുന്നുണ്ട് റജബ് എന്ന് പറഞ്ഞാൽ. റജബ് 27-ന് എന്താണ്, നോമ്പുണ്ടാവും, സുന്നത്ത് നോമ്പ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെയുള്ള സഹപാഠികളൊക്കെ എടുക്കും. എന്ന് പറഞ്ഞാൽ ആ നോമ്പിൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഇസ്ലാമിക് സ്കോളേഴ്സ് നമ്മളെ മുമ്പിൽ വെച്ച് പറയും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാം, അത് മതത്തിലില്ലാത്തതാണ്, കടത്തിക്കൂട്ടിയതാണ് എന്ന്. ചില ആൾക്കാർ ഈ മിഅ്റാജിനെ അങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കൂടിയാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി ഹക്ക് നിന്നുകൊണ്ട് ജീവിച്ച് മതപരമായി തന്നെ മരണപ്പെട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിൽ എത്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ആഴ്ച നമ്മുടെ അടുത്ത ക്ലാസ് 30-ാം തീയതി ജനുവരി
30-ാം തീയതി വ്യാഴാഴ്ചയാവും ഇൻഷാ അല്ലാഹ്. ഇതേ സമയത്ത് നമ്മുടെ സഹപാഠികളെയൊക്കെ ഒന്ന് ഉണർത്താനും നമ്മുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്കൊരു അവസരങ്ങൾ കൊടുക്കാനും നമ്മൾ തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ വിവരങ്ങൾ കിട്ടാൻ നമ്മളെ ഗ്രൂപ്പുണ്ട്, താഴെ സ്കാനറുണ്ട്. കുറേ ആൾക്കാർ കഴിഞ്ഞ ആഴ്ച കയറിയെന്നാണ് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും അതിൽ സ്കാൻ ചെയ്യാണ്ടെങ്കിൽ നമ്മൾ പള്ളീൻ്റെ വാർത്തകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മതപരമായ ചിന്തകളിൽ നിന്ന് കിട്ടും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് ഒരു ടീൻ സ്പേസ് എന്നൊരു പ്രോഗ്രാം നമ്മുടെ മംഗലാപുരത്ത് വെച്ചിട്ട് ഒരു ഹയർ സെക്കൻഡറി ഒരു ടീനേജേഴ്സിനുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് കൗണ്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.